നമസ്കാരം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആവി പിടിക്കാത്തവരായി ആരും തന്നെയില്ല. ആവി പിടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയാണ് ആവി പിടിക്കുന്നത്? തൊണ്ടയ്ക്ക് മുകളിലുള്ള ഭാഗം, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സൈനസ് കാവിറ്റിക്കകത്ത് വരുന്ന തിക്കായിട്ടുള്ള സിക്രീഷൻസ് സോഫ്റ്റ് ആക്കാനും അത് അലിയിച്ച് കളയാനും വേണ്ടിയിട്ടാണ് സാധാരണ ആവി പിടിക്കാറുള്ളത്. ആവി പിടിക്കുന്നത് മൂലം ഒരു വൈറസിനെയോ ബാക്ടീരിയയോ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. മൂക്കടഞ്ഞിരിക്കുന്ന സമയത്ത് ആവി പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടുന്നു. ആവി പിടിക്കുന്ന സമയത്ത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ആവി പിടിക്കാൻ പാടില്ല. നമ്മുടെ മൂക്കിനകത്ത് നിരവധിയായ, അതായത് 10,000-കണക്കിന് രോമകൂപങ്ങളുണ്ട്. അത് കണ്ടിന്യൂസ് ആവി പിടിക്കുകയാണെങ്കിൽ ഇത് നശിച്ചു പോകാനും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ നിരന്തരം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം ആവി പിടിക്കുക. നിരന്തരമായി ആവി പിടിക്കുന്നത് മൂലം കണ്ണിൽ ഡ്രൈനസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ആവി പിടിക്കുന്ന സമയത്ത് ഐപാഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് കണ്ണ് കെട്ടിവെച്ചതിന് ശേഷം മാത്രം ആവി പിടിക്കുക. ആവി പിടിക്കുന്ന വെള്ളത്തിൽ വിക്സ്, അമൃതാഞ്ജൻ, ഉപ്പ് മുതലായ വസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുക. ആവി പിടിക്കുന്ന സമയത്ത് കഴിയുന്നതും നോർമൽ വാട്ടർ ഉപയോഗിച്ച് ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണയായി ആവി പിടിക്കുന്നതിന് വേണ്ടി പുട്ടുകുട ഉപയോഗിക്കാറുണ്ട്. പുട്ടുകുടത്തിനകത്തുനിന്ന് വരുന്ന ആവി കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ പുട്ടുകുട ഉപയോഗിച്ച് ആവി കൊടുക്കുന്നതെങ്കിൽ പൊള്ളൽ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആവി പിടിക്കാനായി വേപ്പറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്തൊരിക്കലും ഉപ്പോ വിക്സോ അമൃതാഞ്ജനോ മുതലായ വസ്തുക്കൾ ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി കെയർ ആൻഡ് ക്യൂറുമായി ബന്ധപ്പെടുക. താങ്ക് യു.